നമസ്കാരം. ഹാപ്പി ദീപാവലി എല്ലാവർക്കും. എന്തായാലും സന്തോഷമായിട്ട് സമാധാനമായിട്ടും പടക്കമൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് ഫാമിലിയുടെ കൂടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്ന് നല്ല ദിവസമായതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തന്നെ, ഹാപ്പി റീഡിങ് ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, 2 പൈലായിട്ട് നോക്കിത്തരാം. 2 നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, ചൂസ് ചെയ്തോളാം. 111, 222, 111, 222. ഓക്കെ, അതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ. സ്ക്രീനിൽ കൊടുത്തേക്കാം നമ്പർ കേട്ടോ. ഓക്കെ, ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് റീഡിങ് തുടങ്ങാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അത് ന്യൂട്രലായിട്ട് മാത്രം കാണുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണാവുന്നതാണ്. തുടങ്ങാം. ഓക്കെ, ആദ്യം 111 ചൂസ് ചെയ്തവർക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, അവരെക്കുറിച്ച് ഈ നിമിഷം എന്താണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദീപാവലി ദിവസമായിരുന്നു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞത്. ദീപാവലി ദിവസം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞിട്ട്. എടുക്കട്ടെ. Hermit, naturally. Queen of Wands, strength. 5 of Cups, 3 of Wands, 4 of Wands, Wheel of Fortune, Knight of Swords, 9 of Cups, 2 of Cups, good. Ace of Pentacles, Judgment. Bottom of the deck, King of Pentacles. As usual, feelings നല്ലത് തന്നെയാണ്. ഓക്കെ, ഹെർമിറ്റ് മിസ്സിങ്, ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട്. അവർ ഏത് ആൾക്കൂട്ടത്തിൽ ഇരിക്കുകയാണെങ്കിലും ഈ നിമിഷം അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു. ഓക്കെ, ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ ഇരിക്കുകയാണ് അവർ. ക്വീൻ ഓഫ് വാണ്ട്സ് വെച്ചിട്ട് നിങ്ങളോട് അതിയായ സ്നേഹം, ബഹുമാനം, ആകർഷണം എല്ലാം തന്നെ ഇവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു. സ്ട്രെങ്ത് വെച്ചിട്ട് എന്ത് തന്നെ ആയാലും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ തമ്മിൽ കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ആ സിറ്റുവേഷൻ വളരെ ക്ഷമയോടെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് ആണ്, വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് എന്ന് കാണുന്നു കേട്ടോ. 5 ഓഫ് കപ്സ് വെച്ചിട്ട് വീണ്ടും മിസ്സിങ് എനർജിയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഭയങ്കര സങ്കടപ്പെട്ട് ഇരിക്കുന്നതായിട്ട്. മിസ്സിങ് ആണെങ്കിൽ ഒന്ന് ഫോൺ എടുത്ത് കോൾ ചെയ്തൂടെ അല്ലേ? ഇതേപോലെ 3 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാനും സാധ്യതയുണ്ടാവും. അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് മിസ്സിങ് എനർജി വന്നതെന്ന് അല്ലേ? ലോങ് ഡിസ്റ്റൻസിലാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒറ്റപ്പെട്ടൊരു ഫീലിങ്ങും ഇത്ര തീവ്രമായും മിസ്സിങ് എനർജിയൊക്കെ സാഡ്നെസ്സും ഒക്കെ അവിടെ കണ്ടത്. എന്തുകൊണ്ടാണ്? ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, കുറച്ച് ശതമാനം പേർക്ക് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും അവിടെ കാണുന്നുണ്ട്, അവരതിനെക്കുറിച്ചും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 4 ഓഫ് വാണ്ട്സ് വെച്ചിട്ട് ഒന്നുകിൽ ഇവരൊരു സെലിബ്രേഷനിലാണ്, സ്വാഭാവികമായിട്ട് ഇന്ന് ദീപാവലി ദിവസമാണ്, അപ്പോൾ സെലിബ്രേഷനൊക്കെ കാണും. സെലിബ്രേഷനിലാണ്, പക്ഷെ അവിടെയും നിങ്ങളെ മിസ്സ് ചെയ്യുന്നു. ഒരു മീറ്റിങ്ങോ ആയിരിക്കാം കേട്ടോ, മീറ്റിങ്ങോ സെലിബ്രേഷനോ ഗെറ്റ് ടുഗതറോ അങ്ങനെ, അതായത് 4 ആൾ ഉണ്ട് അവർക്ക് ചുറ്റും. അവിടെയും ഇവർ ആ കൂട്ടത്തിൽ നിൽക്കുമ്പോഴേ ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ചിലരെങ്കിലും നിങ്ങളുടെ അടുത്തൊരു പ്രപ്പോസൽ ഒക്കെ ആയിട്ട് വരണം എന്നും അവരവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു പോസിറ്റിവിറ്റിയുമായിട്ട് നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം തുറന്ന് പറയാൻ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നും ഇവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ,
ഗുഡ് ലക്ക്, ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു വരും എന്ന് തന്നെ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവിടെ എന്ത് തന്നെ ആയാലും, ലോങ് ഡിസ്റ്റൻസ് ആയാലും വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട്, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചക്രം തിരിഞ്ഞ് നിങ്ങളുടെ ഭാഗത്തേക്ക് പോസിറ്റിവിറ്റിയിലേക്ക് വരും എന്ന് തന്നെ ഇവർ വിചാരിക്കുന്നു കേട്ടോ. നൈറ്റ് ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരണം എന്നവർ ആലോചിക്കേണ്ട. നാച്ചുറലി ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം എന്ന് അവർ ഭയങ്കര പാഷനേറ്റായിട്ട് തന്നെ ആലോചിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ച് കാണണം, സംസാരിക്കണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തന്നെ അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. മിസ്സിങ് എനർജി ഉണ്ട്. നിങ്ങളുടെ സ്നേഹം അവർ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ കാണണം, ടൈം സ്പെൻഡ് ചെയ്യണം, സംസാരിക്കണം, സ്നേഹം പങ്കുവയ്ക്കണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെ ഇവർ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടും, നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ വളരെ തീവ്രമായിട്ട് തന്നെ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർക്കെങ്കിലും അവരുടെ ലൈഫിൽ ഒരു കോർട്ട് കേസ് അങ്ങനെ എന്തോ ഒന്ന് നടക്കുന്നുണ്ട്, അവരതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. പക്ഷെ പ്രബലമായിട്ട് അവിടെ പ്രാർത്ഥന അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഒരു പക്ഷേ ഇന്ന് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നത് ഇന്നൊരു സെലിബ്രേഷൻ ദിവസം ആയതുകൊണ്ട് ഇവരൊരു ക്ഷേത്രം, പള്ളി അങ്ങനെയൊക്കെ പോയതും ആയിരിക്കാം കേട്ടോ. അങ്ങനെയും ആയിരിക്കാം, അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് അങ്ങനെയും വരുന്നത്. അതുകൊണ്ടായിരിക്കും ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി ഇന്ന് അവിടെ വന്നത്, അതിനും സാധ്യതയുണ്ട്. അതേപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് അവർ അവരുടെ ജോലിയിലും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നും അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ റെഡിയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഉൾക്കൊള്ളാനും അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. ഡിവൈൻ പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ് ഫോർ ഗ്രൂപ്പ് 1. ഫയൽ 111 ചൂസ് ചെയ്തവർക്ക് വേണ്ടി കുറച്ച് കാർഡ്സ് കൂടി തരും. ഫീലിങ്സ് പറഞ്ഞിട്ട് ഇന്ന് കുറച്ച് ശബ്ദങ്ങൾ ഉണ്ടാവും, കാരണം എല്ലാവരും പുറത്ത് പടക്കം പൊട്ടിക്കലും അതൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലുണ്ട്, അപ്പുറത്തും ഒക്കെ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ബഹളം കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്നലെ വീഡിയോ ഇടാത്തതുകൊണ്ട് ഇന്ന് നല്ല ദിവസം കൂടി ആയതുകൊണ്ട് വീഡിയോ ഇടാതിരിക്കണ്ട വിചാരിച്ചു. 3 ഓഫ് കപ്സ്, 9 ഓഫ് wands, hanged man, okay, 9 of pentacles, Ace of Cups. അത് ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇന്ന് സ്നേഹത്തിൻ്റേതായിട്ടുള്ള കാർഡ്സ് ഒന്നും നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ഒരു കാർഡ് കൂടെ എടുക്കണം. പേജ് ഓഫ് കപ്സ്. ഓക്കെ, 2 പേജിൻ്റെ ഇതുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് കോളോ മെസ്സേജോ എന്തെങ്കിലും കിട്ടാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ നോക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ ഒരു അവിടെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ 3 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിലും സാരമില്ല, നിങ്ങളെ ഒരു നിമിഷം ഒന്ന് കാണണം, അടുത്ത് കണ്ട് സംസാരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അവിടെ ഒരു റെസ്ട്രിക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടും കാണുന്നു. സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലാരിഫൈ. 9 ഓഫ് wands. എവിടെയാണ് അവർ സ്റ്റക്കായിരിക്കുന്ന ഡിവൈൻ? എവിടെയാണ് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്? എവിടെയാണ് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്? 8 ഓഫ് wands. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്നും സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണെന്ന് അത് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് ഹാങ്ഡ് മാനും കൂടെ ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ.
എന്ത് സാഹചര്യം കൊണ്ടാണ് ഇവരുടെ കോൾ ചെയ്യാനോ ഒക്കെ റെസ്ട്രിക്ഷൻ അവിടെ ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? 3 ഓഫ് സോർട്സ്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും ഉണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടി ചിലർ കടന്നു പോയിട്ടുണ്ട്. ഒന്നുകിൽ ഇത് നിങ്ങൾ തൽക്കാലം ഒരു ബ്രേക്കപ്പ് ആയിട്ട് ഒന്ന് ബ്ലോക്കേജൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈഗോ പ്രശ്നം കാരണം ഇവർ വിളിക്കാതിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഇവർ കോളും മെസ്സേജൊക്കെ ചെയ്യുന്നതിൽ നിന്നും കുറച്ചൊന്ന് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. 9 ഓഫ് പെൻഡക്കിൾസ് വെച്ച് അവർക്ക് അവരുടെ ജോലിയിലും കൂടി കറൻ്റ്ലി ശ്രദ്ധിച്ചേ മതിയാകൂ. കാരണം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്വന്തം കാര്യത്തിലും കൂടി കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ടും ഫൈനാൻസസ് അങ്ങനെയൊക്കെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അതിലൊക്കെ അവർ ബിസിയാണ്. അതിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും എന്താണ് ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്ത അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവിടെ വന്നിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളോട് വളരെയധികം സ്നേഹം വെച്ച് പുലർത്തുന്നവരാണ് ഇവർ. മനസ്സ് നിറഞ്ഞു കവിയുന്ന അത്രയും സ്നേഹം നിങ്ങളുടെ അടുത്ത് വെച്ച് പുലർത്തുന്നവരാണ് ഇവർ. ഓക്കെ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ നല്ലപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പിക്ചേഴ്സ് ഇവരെടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. വേറെന്താണ്, പഴയ മെസ്സേജസ് എടുത്ത് വായിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. എന്തായാലും അവർ നിങ്ങളിൽ നിന്നും ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. അവരുടെ ഫീലിങ്സിൽ അവർ തുടർച്ചയായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു 111 ചൂസ് ചെയ്തവർക്കുള്ള പേഴ്സൻ്റെ ഫീലിങ്സ്. ഓക്കെ. അപ്പോൾ ഇനി 222 കാരുടെ അടുത്തേക്ക് പോകാം. ഇനി 222 ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നത്തെ ദിവസം, ദീപാവലി ദിവസം എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ഉള്ള കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ് ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് എന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം എന്താണെന്ന് പറഞ്ഞു തരൂ. എടുക്കാനേ ജഡ്ജ്മെൻറ്റ് ആദ്യത്തെ കാർഡ്. Three of Pentacles, Three of Wands, World, Lovers, Eight of Pentacles, High Priestess, King of Pentacles, Chariot, Eight of Wands, Fool, Temperance, bottom of the deck, King of Wands. ഇതിൽ 3 of Pentacles. Clarify 3 of Pentacles please. Clarify 3 of Pentacles. Ten of Cups. Clarify 3 of Wands. Clarify 3 of Wands. Clarify 3 of Wands. Clarify 3 of Wands please. King of Cups. Okay. രണ്ട് സിനാരിയോ ആണ്, അതാണ് ഞാൻ നോക്കിയത്. Clarify the world. Clarify the world. Clarify the world. ഓക്കെ. ഇത് കാർഡ് താഴെ വീണതാണ്. നൈറ്റ് ഓഫ് വാൻഡ്സ്. ഓക്കെ. ഹൈ പ്രീസ്റ്റസും കൂടെ ഒന്ന് നോക്കിക്കോട്ടെ. ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്. ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്. ക്ലാരിഫൈ ദ ഹൈ. 2 of Cups. ഓക്കെ. ജഡ്ജ്മെൻറ്റും കൂടെ ഒന്ന് ക്ലാരിഫൈ. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ.
അവിടെ നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ എനർജി വരണേ എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചിലർ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ഇവിടെ അവരുടെ ഫാമിലി എന്നാണ് കാണുന്നത് കേട്ടോ. ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ ഫാമിലിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, മറ്റു ചിലർ ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു ജോലി ചെയ്യുന്നതൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ട് ദൂരെ ആയിരിക്കും. ഇവിടെ വളരെ സ്നേഹത്തോടെയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നത്. ഓക്കെ, വേൾഡ് വെച്ചിട്ട് അവിടെയും ഈ കേസിൽ നിങ്ങളുടെ പേഴ്സൺ ദൂരദേശത്തായിരിക്കും, മറ്റൊരു ദേശത്ത് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ ഒരു പക്ഷേ ദൂരെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അവിടെ ഇരുന്ന് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം, നിങ്ങളെ കാണണം എന്നുള്ള ഒരു തീവ്രമായ ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ഒരുപാട് സ്നേഹമാണ്. ലവേഴ്സ് കാർഡാണ് അടുത്തത് വന്നിരിക്കുന്നത്. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. നിങ്ങളെ അത്രയ്ക്ക് അവരുടെ മനസ്സിൽ നിങ്ങൾ മ്യൂച്വലായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതും അവർക്കറിയാം. നിങ്ങൾക്കും അത്രയും തന്നെ സ്നേഹം അവരുടെ അടുത്തുണ്ട് എന്നവർ വളരെ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്നും ഒരു എഫേർട്ട് ഇടാൻ അവർ തയ്യാറാണ് എന്നും കാണുന്നു. കാരണം ഇപ്പുറത്തെ 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ എന്താണോ ചെയ്യേണ്ടത് അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാണ് എന്നും അവിടെ കാണുന്നുണ്ട് കേട്ടോ. ചിലർ അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഓഫ് കപ്സ് വെച്ച് എത്രയും വേഗം നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അവർക്ക് തോന്നാറുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു റീഡിംഗ് ഒക്കെ എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു റീഡിംഗ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയോ അത് കണ്ടിട്ട് ഇവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കാം നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അങ്ങനെയും കാണുന്നുണ്ട്. ഓക്കെ, റീഡിങ്ങിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ റീഡിങ് എടുത്തപ്പോൾ ഇങ്ങനെയാണ് അവർ പറഞ്ഞത് എന്നുള്ളൊക്കെ രീതിയിൽ നിങ്ങൾ സംസാരിക്കില്ലേ, അതുപോലെ അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതേസമയം നിങ്ങളുടെ സ്നേഹം അതിനകത്ത് ഒരു പോസിറ്റീവ് റീഡിംഗ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഹാപ്പി ആയിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങളൊരു മിസ്റ്റീരിയസ് പേഴ്സൺ ആണെന്ന് ഇവർക്ക് തോന്നാറുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്ന് ഇവർക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവരോട് സ്നേഹമാണോ ആക്ച്വലി എന്ന് ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അവരോട് സ്നേഹമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ തുറന്ന് പറഞ്ഞു കാണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആ സ്നേഹം പ്രപ്പോസ് ചെയ്യണം, നിങ്ങളുടെ സ്നേഹം അവർക്ക് തിരിച്ചറിയണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി എന്ത് എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ്. ഓക്കെ, ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട് മ്യൂച്വൽ ലവ് ആണെന്നൊക്കെ, നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി എടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പ്രപ്പോസൽ, ഒരു തുറന്ന് സംസാരിക്കലൊക്കെ അവിടെ കണ്ടത്. ഒരു ഉറച്ച തീരുമാനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോൾ, മെസ്സേജ് അല്ലെങ്കിൽ അവർ തന്നെ മൂവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരിക, നിങ്ങളെ വന്ന് കാണുക, സംസാരിക്കുക എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരുന്നു. ഇത് സംഭവിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത ഒരാഴ്ചയുടെ ഉള്ളിൽ ഒരു തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ എന്തെങ്കിലും കിട്ടും. അതുപോലെ ഫൂള് വെച്ചിട്ട് ഏരീസ് രാശിക്കാർക്ക് ഫൂള് വെച്ചിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്ത് റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കില്ലേ, അതിലുള്ള എല്ലാ റിസ്ക് ഫാക്ടേഴ്സും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്ന് ഇവർ തീരുമാനിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. അതേപോലെ ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹീലിങ്ങിൽ എത്തണം എന്നൊക്കെ തന്നെ ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഡിവൈൻ്റെ അടുത്ത് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെൻറ്റിൽ നമ്മൾ കണ്ടതാണ്.
അപ്പോൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം, നിങ്ങളുമായിട്ട് വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെ ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതേസമയം കിങ് ഓഫ് വാണ്ട്സ് വെച്ച് ഇവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്, അട്രാക്ഷനും ഉണ്ട് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്ന് തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. Divine, please give me some more cards. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ്, 222 കാരുടെ വ്യൂവേഴ്സിൻ്റെ ഫീലിങ്സ്, വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ്. 222 സെലക്ട് ചെയ്ത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുമായി ഒരു പുതിയ തുടക്കം വേണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, 5 ഓഫ് കപ്സ് വെച്ച് ഭയങ്കര മിസ്സിങ് എനർജിയിലാണ്. കാരണം തൊട്ട് മുകളിലുള്ള കാർഡ്സ് എന്താണ്, ലോങ് ഡിസ്റ്റൻസിൻ്റെ കാർഡ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്ന് ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. അതേപോലെ ക്വീൻ ഓഫ് വാൻസ്, കിങ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് വാൻസും അവിടെ വന്നിട്ടുണ്ട്. അതായത് അവർക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളെ മതി എന്ന് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും തന്നെ ഈക്വലി സ്നേഹത്തിലാണ്, അട്രാക്ഷനിലാണ് എന്നവർ മനസ്സിലാക്കുന്നു എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവർക്ക് ആ ഫീലിംഗ് ഉണ്ട്, കാരണം മനസ്സുകൊണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളും അവരുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ്, സ്നേഹമുണ്ട് എന്നുള്ളത് അവർക്കറിയാം എന്നുള്ള രീതി തന്നെയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, പലർക്കും ഒരു മെസ്സേജ് വന്ന് കാണണം, ഓൾറെഡി വന്ന് കാണും, ഇല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോള് ആയിരിക്കാം. ഇവർ നിങ്ങളുടെ ഫോട്ടോസ്, മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റി എല്ലാം ഇവർ ഫോളോയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് അവർ അതിനെപ്പറ്റി, അത് നോക്കിയിട്ട് നിങ്ങളെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവർ എന്നാണ് കാണുന്നത്. 4 ഓഫ് വാൻസ് എന്ന് ഉറപ്പായിട്ടും വരും. കാരണം ഒരു സെലിബ്രേഷൻ ഡേ ആയതുകൊണ്ടാണത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവർ സെലിബ്രേഷനിലൊക്കെ ആയിരിക്കും, ദിവാലി സെലിബ്രേഷനിലോ ഒക്കെ ആയിരിക്കും, 4 പേര് ഇവരുടെ ചുറ്റിനും കാണും. പക്ഷേ എല്ലാ ആൾക്കൂട്ടത്തിലും എവിടെ ഇരിക്കുമ്പോഴും ഉള്ളിൽ നിങ്ങളുടെ ചിന്തകളാണ് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നില്ല. കാരണം മുകളിൽ മിസ്സിങ് എനർജിയാണ്, നിങ്ങളുടെ പ്രസൻസ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. സ്റ്റാർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വന്ന ആളാണ് എന്ന് തന്നെ ഇവർ വിചാരിക്കുന്നു കേട്ടോ. കാരണം നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണ്. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നത് എന്നൊക്കെ തന്നെ ഇവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ചിലർക്കെങ്കിലും നിങ്ങൾ ഒന്ന് പിണങ്ങിയിരിക്കുകയായിരിക്കും. ചിലരുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങളാണ് പിണങ്ങിയിരിക്കുന്നത്. അപ്പം വിളിച്ചാൽ ദേഷ്യപ്പെടുവോ എന്നൊക്കെ ഉള്ള ഒരു ഭയം ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ആലോചിച്ച് ക്ഷമയോടെ മാത്രം എന്താ പറയുക, അവരെ സമയപ്പെടുത്തിയിട്ട് വേണം ഇവരോട് സംസാരിക്കാനെന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കില്ലേ, അങ്ങനെ ആ രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. അത് ആ ലാസ്റ്റ് കാർഡിൽ ഞാൻ നിർത്തുന്നില്ല, ഒരു കാർഡ് കൂടെ എടുക്കാം. കാരണം അത് ഇത്തിരി ദേഷ്യത്തിൻ്റെ ഒരു കാർഡായിപ്പോയി. ദേഷ്യമല്ല, അവർ പേടിച്ചിരിക്കണം. നിങ്ങളുടെ ദേഷ്യത്തിനെ അവർ ഭയക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സമാധാനിപ്പിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വഴക്കിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഒന്ന് സമാധാനിപ്പിച്ച് അവരുടെ വഴിക്ക് കൊണ്ടുവരണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്സ്. ഞാൻ ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് കൂടി എടുത്തു തരാം. ഇന്ന് ദീപാവലി അല്ലേ, അപ്പോൾ അത് എടുക്കാതിരിക്കണ്ട. ഓക്കെ, രാവിലെ മെസ്സേജസ് ഞാൻ വേറെ ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി പോയി കണ്ടോളൂ. അപ്പോൾ എന്താണ്, പേഴ്സണൽ റീഡിങ് ഞാൻ 24th വരെ ഇല്ല. ഓക്കെ, 24th ഞാൻ 25th ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരാഴ്ച എനിക്ക് ഓൺ ആൻഡ് ഓഫ് ട്രാവലാണ്, അതുകൊണ്ടാണ് പോകുന്നവിടെയൊക്കെ നമുക്ക് കാർഡ്സ് എടുത്തിട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മെസ്സേജസ് എടുത്തു തരാം. മെസ്സേജിൻ്റെ ക്വാണ്ടിറ്റി കണ്ടോ, എൻ്റെ ബൗളിലുള്ള എല്ലാ മെസ്സേജസും ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ കുറേ മെസ്സേജസ് എഴുതി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ അധികം. വേറൊരു ബൗള് വാങ്ങിക്കണം, എൻ്റെ ബൗളിൽ കൊള്ളാതെയായി അത്രയും.
അത്രയും മെസ്സേജസ് ആയി. കണ്ണടച്ചിട്ടാണ് മെസ്സേജ് എടുക്കുക, എന്നിട്ട് കാണിച്ച് വായിച്ച് തരാം കേട്ടോ. എടുക്കട്ടെ. ഐ എം നെവർ ഗിവിങ് അപ്പോൺ യു. ഈ മെസ്സേജ് എല്ലാ ദിവസവും വരും നമുക്ക് അല്ലേ? ശരി, ഗിവ് അപ്പ് ചെയ്യണ്ട. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഓക്കെ, അങ്ങനെയും പറയും. അടുത്ത മെസ്സേജ് നോക്കൂ. അവർ ഹാർട്ട്സ് മിറർ ഈച്ച് അതർ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അവർക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്യണത്. മൂഡ് ഓൺ എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്ന കേട്ടോ. ഐ ബറി മൈസെൽഫ് ഇൻ വർക്ക് ടു ഫോർഗെറ്റ് അബൌട്ട് യു. അവർ കൂടുതൽ കൂടുതൽ ജോലി ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങളിൽ നിന്നും മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. റീയൂണിയൻ നമ്മുടെ റീഡിങ്ങിലും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ചിലർക്കെങ്കിലും ഒരു റീയൂണിയൻ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഐ ഹാവ് റോങ്ഡ് യു, പ്ലീസ് ഫോർഗീവ് മീ. ഓക്കെ, അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നു, അവരോട് ക്ഷമിക്കാൻ പറയുകയാണ് കേട്ടോ. ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. 11 വിഷ് ഫുൾഫിൽമെൻറ്റ്. 2 സെറ്റ് റീഡിങ്ങിലും 11 കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് പോസിബിൾ ആവാൻ പോകുന്നു. യു ആർ സോ ബ്യൂട്ടിഫുൾ, ഐ ലോസ്റ്റ് മൈസെൽഫ്. ഓ, നിങ്ങളുടെ സൗന്ദര്യത്തിൽ അവർ മറന്ന് സ്വയം മറന്നിരിക്കുകയാണ്. ടോറസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇടവരാശിയായിരിക്കും. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. നിങ്ങളെപ്പറ്റി തന്നെയാണ് ഇവർ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ്. ഹീലിങ്ങിൻ്റെ ആവശ്യം നിങ്ങളുടെ പേഴ്സണുണ്ട്. ഡ്രീമിങ് ഓഫ് യു. നിങ്ങളെക്കുറിച്ചാണ് അവരുടെ സ്വപ്നങ്ങൾ പോലും. മെസ്സേജ് മീ, കോൾ മീ. ഓക്കെ, അവരെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുമോ എന്ന് പറയുകയാണ്. ഫോളിങ് ഫോർ യു. ഒരു ന്യൂ ലവിൻ്റെ ഒക്കെ കാർഡാണ് കേട്ടോ. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. ഓക്കെ, നിങ്ങളെ അവർക്ക് മറക്കാനേ സാധിക്കില്ല എന്ന് പറയാം. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ ഇവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല. ഒരു 5 മെസ്സേജ് കൂടെ എടുക്കാം. യു ആൻഡ് മീ ബാലൻസ്ഡ്, കണക്റ്റഡ് ഇൻ ഹാർമണി. നമുക്ക് ബാലൻസ് വേണം എന്നവർ പറയുന്നതായിട്ട് ടെമ്പറൻസിൻ്റെ ഒക്കെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് തന്നെയാണ് അവരോട് പറയുന്നത് കേട്ടോ. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. അവരെക്കാളും നല്ല ഒരാളെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു എന്ന് അവർ പറയുന്നു. ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ ഇൻ മൈ ലൈഫ്. അവർ ദൈവത്തോട് നന്ദി പറയുകയാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ ദൈവത്തിന് നന്ദി പറയുന്നതായിട്ട്. മാരി മീ. ആഹാ, പ്രപ്പോസൽ. പിങ്ക് തന്നെ കയ്യിൽ വരുന്നു. വേണമോ? ശരി. ക്യാൻ വി ടോക്ക്. വീണ്ടും മെസ്സേജ് കോളിൻ്റെ ഒക്കെ എനർജിയാണ് വരുന്നത് കേട്ടോ. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നേരത്തെ പറഞ്ഞു. ലവ് യുവർ സ്മൈൽ, കീപ് സ്മൈലിങ്. ഓക്കെ, അത് കേൾക്കൂ. നിങ്ങളുടെ ചിരി അവർക്ക് ഇഷ്ടമാണ്, ചിരിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. വാർണിംഗ്, ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ്. കൂടെ നിന്ന് ചതിക്കുന്നവരെ സൂക്ഷിക്കാനാണ് പറയുന്നത്. ഐ മിസ് യു. ഒരു നിങ്ങളെ മിസ്സിങ് എനർജി നമ്മുടെ റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? 222 റീയൂണിയൻ. ഗുഡ്. 2 കാർഡ് കൂടി ഫിനിഷ്. ഓക്കെ, ഗുഡ് ന്യൂസ് ഈസ് കമ്മിങ്. എന്തോ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. സ്കോർപിയോ, വൃശ്ചിക രാശി. ഐ ആം സോറി ഐ ഹേർട്ട് യു. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയുകയാണ്. അങ്ങനെ ഒരു നോട്ടിൽ നിർത്തണ്ട, ഒരെണ്ണം കൂടി എടുക്കാം. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ. അവരെ വിട്ട് കളയല്ലേ എന്നാ. എനിക്കൊരു പോസിറ്റീവ് മെസ്സേജ് കിട്ടിയിട്ട് നിർത്താൻ തോന്നുന്നു. യു ഹാവ് ലൈഡ് ടു മീ. നിങ്ങളെന്തോ അവരുടെ അടുത്ത് മറച്ചു പിടിച്ചു എന്ന് പറയുന്നു. ഐ ലവ് യു. ഓക്കെ, ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ശരിയായല്ലോ. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അവിടെ അവർ പറയുകയാണ് ഐ ലവ് യു. ഓക്കെ, ഇനി നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ആയല്ലോ അല്ലേ? നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്നും ഒരു ഐ ലവ് യു നിങ്ങൾക്ക് കിട്ടി.
ഓക്കെ, അത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാർഡ്സ് എടുക്കണം, അത് നിർത്തണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, കാരണം നെഗറ്റീവ് മെസ്സേജസ് വരുമായിരുന്നു, വിചാരിച്ചു പോസിറ്റീവ് നോട്ടായിട്ട് നിർത്താമെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ദീപാവലി. ഇന്നത്തെ ദിവസം എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. പടക്കം പൊട്ടിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് പൊട്ടിക്കുക കേട്ടോ. ഇഞ്ചുറീസ് ഒന്നും വരാതെ കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ എസ്പെഷ്യലി നോക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് പറ്റുമെങ്കിൽ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തന്നേക്കണേ പ്ലീസ്. ഇതേപോലെ പുതിയ റീഡിങ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ഓക്കെ, മേ ഗോഡ് ബ്ലെസ്. ബൈ.